ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി അല്ലേ? കേൾക്കാൻ പറ്റുന്ന ടീച്ചറിനെ ഉണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണട്ടെ. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടല്ലേ? ക്ലാസ് നമ്മുടെ നെറ്റ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പഠിച്ചിട്ട് പോവാ. ഐ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കാണുന്നുണ്ടോ? ഐ സേ. എങ്ങനെയാ ഐ എന്ന് എഴുതുക? ആദ്യം അത് കാണിച്ചു തരാം. എങ്ങനെയാ ഐ എഴുതുക? എ പഠിച്ചില്ലേ നമ്മള്? എ എഴുതി കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നോട്ട്ബുക്കിലെ അക്ഷരദീപത്തിൽ നിങ്ങൾ എ എഴുതിയോ? കാണട്ടെ, എ എഴുതിയതൊന്ന് കാണട്ടെ. ഓക്കെ ദേവപ്രിയ, ഗുഡ്. മിസ്സിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്താട്ടോ. ഓക്കെ, ലിസൺ. എ എഴുതുന്നത് ഒന്നുകൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലവര് കേറിയിട്ടില്ല, അപ്പൊ അവർക്ക് വേണ്ടി എ എഴുതുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു കുഞ്ഞ് വണ്ണ് വരച്ചു, രണ്ടാമത് ഇങ്ങനെ എഴുതി, മൂന്നാമത് ഇങ്ങനെയായി, ലാസ്റ്റ് എ. ഇങ്ങനെയാണ് എ. ഇനി ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം അതേപോലെ എഴുതിയിട്ട് അതിന്റെ മുകളില് ഒരു വര വേണം. എ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു വര, അതാണ് ഐ. മലയാളത്തില് ഐ. ലിസൺ. എ എഴുതുക, ഇതിന്റെ മുകളിൽ ഒരു വരയാണ്, ചെരിഞ്ഞിട്ടൊരു വര. അത് ഈ സൈഡിലോട്ടാണ് തന്നെ വേണം. ഐ എന്താ വായിക്ക? ഐ. ഐ. ഓക്കെ. ഐ സേ ഐരാവ്. ഐ സേ ഐരാവ്. എന്താണ്? ഐ സേ ഐരാവ്. all of you say. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഐ സേ ഐരാവ്. എന്താ ഐരാവത് എന്ന് പറഞ്ഞാല്? ഐരാവതം. ഒരു ആനനെ കാണുന്നുണ്ട് അവിടെ അല്ലേ? അതാണ്. ആനയല്ല, ഐരാവതം എന്ന് പറയും. ഐ സേ ഐരാവത്. നെക്സ്റ്റ് ഐ സേ ഐനർ. കുറെ പേർക്ക് കണ്ണട ഉണ്ടല്ലേ? കണ്ണട, അതിനാണ് ഐനക് എന്ന് പറയാ. സ്പെക്ടാക്കിൾസ്. ഓക്കെ. ഐ സേ ഐരാവത്. ഐ സേ ഐനർ. once more. ഐ സേ ഐരാവത്. ജിയോണ ഭയങ്കര ഹാപ്പി ആണല്ലോ. വായിച്ചെന്ന് കേൾക്കട്ടെ. ഐ സേ ഐരാവത്. ഐ സേ ഐനർ. ജസ്വിനെ കാണുന്നില്ല. ആദിനാഥ്, മുഹമ്മദ്, നസീം മുഹമ്മദ്, ഇവരെയൊന്നും കാണുന്നില്ല. എല്ലാവരും വീഡിയോ ഓഫ് ആക്കിയിട്ട് പോയോ? ഓക്കെ, once more. ഐ സേ ഐരാവത്. ഐ സേ ഐനർ. എല്ലാരും കൊണ്ട് ഞാൻ വായിപ്പിക്കും ഇപ്പൊ. ഓക്കെ. ഇപ്പൊ നമ്മള് എവിടുന്നോട്ടാ വായിക്കാൻ തുടങ്ങിയത്? ഇറ് കഴിഞ്ഞിട്ടല്ലേ? എ സേ എടി. എ സേ എക്ക. എ സേ എക്ക് താര. ഐ സേ ഐനർ. സോറി, ഐ സേ ഐരാവത്. ഐ സേ ഐനർ. ഐ സേ ഐരാവത്. ഐ സേ ഐനർ. once more. all of you say. എല്ലാവരും പറയണം. ഐ സേ ഐരാവത്. ഐ സേ ഐനർ. Okay, very good. All of you take your Akshardeep. Akshardeep എടുത്തേ. ഇവിടെയും കണ്ടോ? ഐ സേ ഐനർ. ഐനക്കിന്റെ പിക്ചറും ഉണ്ട്. ഐ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം?
ഇത് ആദ്യം അതിന്റെ മുകളിൽ എഴുതണം. ഡോട്ട് ഇട്ടതിന്റെ മുകളില് ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതുക. രണ്ടാമത് ഇത് മാത്രം ഇപ്പൊ ഈ വർക്ക് ചെയ്യാം. മിസ് എങ്ങനെ ഐ എഴുതണ്ടെന്ന് ആദ്യം കാണിച്ചു തന്നു അല്ലെ? അതേപോലെ ആദ്യം ഒരു കുഞ്ഞു വര വരച്ചു, ഇതിന്റെ താഴോട്ട് ചെരിച്ച് വരച്ചു, സൈഡിൽ വരയ്ക്കുക, മുകളിൽ വരയ്ക്കുക, മുകളിൽ ഒരു ചെരിഞ്ഞിട്ടൊരു വര വേണം. അതാണ് ഐ. അതാണ് മിസ് ഇവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നത്. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഐ എന്നിട്ട് മുകളിൽ ഒരു വര വേണം. ഐ സേ ഐരാവർ, ഐ സേ ഐനർ. ആ ഡോട്ട് ഇട്ടതിന്റെ മുകളിലെ മാത്രം ഇപ്പൊ ഒന്ന് ജസ്റ്റ് എഴുതുക. ഐനക്. ഇവിടെ നമ്മുടെ പിക്ചറിൽ ഐനക് എന്നല്ലേ? ഇപ്പൊ പറഞ്ഞിട്ട് എഴുതിക്കോ. എങ്ങനെയാ? ഐ സേ ഐനക്. എഴുതിയില്ലേ? അപ്പൊ ഇന്നത്തെ അമ്മയോട് പറയണം അതിന്റെ സൈഡിൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ഇടാൻ പറയണം. എത്രയാ? 26/8/2020. പെൻസിലും കൊണ്ട് നമ്മളും എഴുതാൻ പഠിക്കണം കേട്ടോ. ഡേറ്റ് ഒക്കെ എഴുതാൻ പഠിക്കണം ഇപ്പോഴേ. ബുക്കിന്റെ നടുക്കാണ് കൊണ്ട് എഴുതേണ്ടത്, അല്ല സൈഡില് മുകളില് ഏറ്റവും മുകളിലായിട്ട് സൈഡിൽ എഴുതിയാൽ മതി. എങ്ങനെയാ 26 എഴുതുക? ജിയോണ് എഴുതുവാണ് അവിടെ. 26 26 ഒരു ചെരിഞ്ഞിട്ടൊരു വര വരച്ചു കൊടുത്ത്, എന്നിട്ടോ 8 പിന്നെ വരയ്ക്കാം 2020. എഴുതാൻ പറ്റുമോ? കുറെ പേര് എഴുതി. ഞാൻ എഴുതാൻ പഠിച്ചു, ഡേറ്റ് എഴുതാൻ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡേറ്റ് എഴുതാൻ പഠിക്കണം കേട്ടോ. നമ്മുടെ പേരും ഡേറ്റും എഴുതാൻ പഠിക്കണം. ഓക്കെ. ദെൻ അക്ഷരദീപം അടച്ചു വെക്കുക. എന്നിട്ട് ഹോംവർക്ക് തന്നില്ലേ? പിന്നെ നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്തേ, 2 ലൈൻ കോപ്പി എടുത്തേ. ടു ലൈൻ കോപ്പി എടുത്തോ? അമ്മയോട് ഒന്ന് പറഞ്ഞ് എന്ത് ഡേറ്റ് ഇടാൻ പറഞ്ഞേ. അവിടെ ഐ എന്ന് എഴുതുക. ഐ എന്ന് എഴുതാൻ പറയാ. അമ്മയോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞേ. ആ 2 ലൈൻ കോപ്പി ചെറിയ ലൈൻ അല്ലേ? അപ്പൊ നമ്മുടെ അക്ഷരങ്ങൾ താഴെ പോലെ, അതുകൊണ്ട് കുഞ്ഞിതായിട്ട് എഴുതുക. ഫസ്റ്റ് ഒരു 5 തവണ ആ ഫസ്റ്റ് ലൈനിൽ ഐ എന്ന് എഴുതുക. ജിയോണ ബുക്ക് എന്തിയേ? നോട്ട് ബുക്ക്. ആ ബുക്ക് എടുത്ത് എഴുത്. അമ്മയോട് ഒന്ന് പറഞ്ഞേ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറ. എങ്ങനെയാ പറയാ? പ്ലീസ് ഹെൽപ്പ് മീ. ഒന്ന് കൈ പിടിച്ച് ഹെൽപ്പ് ചെയ്യൂ പേരൻസ്. ഐ എന്ന് എഴുതുമ്പോ ചെറുതായിട്ട് എഴുതണം, അല്ലെങ്കിൽ നമ്മുടെ ആ ലൈനിൽ കൊള്ളില്ല. ചെറുതായിട്ട് എഴുതിയാൽ മതി. ഐ. നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? 2 ലൈൻ കോപ്പിയില് എയും ഐയും ഒക്കെ എഴുതാൻ നല്ല ബുദ്ധിമുട്ടാ. സാരമില്ല, സമയം എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. നല്ല വൃത്തിയായിട്ടുണ്ടാവണം. എന്നിട്ട് ലൈൻ വരച്ചു കൊടുക്കണം. 5 പ്രാവശ്യം അത് എഴുതണം. ഫസ്റ്റ് ലൈനിൽ 5 പ്രാവശ്യം എഴുതണത്. ഇപ്പോഴും തേർഡ് ക്ലാസ്സിൽ എഴുതിയ ഉള്ള കുട്ടികൾക്ക് തന്നെ എ എന്നുള്ള അക്ഷരമൊന്നും ശരിക്കും എഴുതാൻ അറിയില്ല.
പക്ഷെ UKG-ലെ കുട്ടികളൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് എഴുതാൻ അവർക്ക് ആയി. പക്ഷെ ഈ 2 ലൈൻ കോപ്പി ചെറിയ കോളമാണ് അവർക്ക്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ജസ്വിൻ, ഓക്കെ, നിങ്ങൾ ഇനി ഹോംവർക്ക് ചെയ്യാത്. കുറച്ചുപേരെ മിസ് വായിപ്പിക്കട്ടെ, ഒരു 10 പേരെ അങ്ങ് വായിപ്പിക്കാൻ സമയം കിട്ടുമായിരിക്കും. നമ്മുടെ നെറ്റ് പോയില്ലെങ്കിൽ നമുക്ക് വായിക്കാം. ഫസ്റ്റ് കുറച്ച് പേരെ വിളിക്കാം, അടുത്ത ക്ലാസ്സിൽ ബാക്കി അടുത്തവരെ വിളിക്കാം കേട്ടോ. മിസ് വിളിക്കുന്നവരെ പേര് ഇവിടെ എഴുതി വെക്കാം, എന്നാൽ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളവരെ മിസ് വിളിച്ചോളൂ. വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഫസ്റ്റ് ഭവിക. ഭവിക മോളെ, ഇന്നത്തെ ക്ലാസ് ഒന്ന് വായിച്ചു കേൾക്കണം. വായിച്ചോളൂ. പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യാം മോളെ. ഭവിക, കേൾക്കുന്നില്ലല്ലോ ഭവിക. പ്രശ്നമുണ്ടല്ലോ ഭവിക, കേൾക്കാൻ പറ്റില്ല മോളെ. അവിടെ വെയിറ്റ് ചെയ്യ്, കേൾക്കുന്നില്ലല്ലോ. നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ടല്ലേ. നെക്സ്റ്റ് ആരോമൽ. വിളിക്കാം കേട്ടോ മോളെ, വിളിക്കാം. കേൾക്കാൻ പറ്റുന്നില്ല മിസ്, ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ആരോമൽ.